ഇതാണ് നമ്മുടെ മുട്ട ചുരുട്ട് കറിയെ. അപ്പം ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉച്ചയ്ക്ക് നമ്മൾ റൈസ് വെച്ചപ്പോൾ നമുക്ക് കറിയൊന്നും വെക്കാൻ സമയം കിട്ടില്ല, കുഞ്ഞാവയും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ വൈകിട്ട് മുട്ടക്കറി ആവാം എന്ന് നമ്മൾ തീരുമാനിച്ചപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോൾ ഈ ഒരു മുട്ട ചുരുട്ട് കറിയുടെ റെസിപ്പി കണ്ടു, പേളിമാണി ചെയ്തത്. അപ്പോൾ എന്നാൽ അത് ചെയ്ത് നോക്കിയേക്കാന്ന് കരുതി. അവർ അമ്മച്ചി പണ്ട് മുട്ട ഒരുപാട് കുട്ടികൾക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ മുട്ട തികയാത്തപ്പോൾ ഇങ്ങനത്തെ കറി വെച്ചിട്ടായിരുന്നു അവർക്ക് കൊടുക്കുന്നത്. അങ്ങനത്തെ കഥകൾ എല്ലാവർക്കും ഒരുപാട് ഉണ്ടാവും അല്ലേ. അപ്പം എന്താണെന്ന് വെച്ചാൽ കുക്കർ വേവാൻ വേണ്ടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൂൺ പിന്നെ തോമരയും ഒരു വലിയ തക്കാളി പിന്നെ ഒരു സവാള, ഒരു തക്കാളി ഒരു സവാള ഇത്രയും വേവാനായിട്ട് അത് അരിഞ്ഞിങ്ങോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിനൊക്കെ വെച്ച് 3 വിസിലിന് വെക്കുക. അതിന് ശേഷം അത് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, പിന്നെ നമ്മൾ പെരുംജീരകം, അതുപോലെ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 5-6 ചുവന്നുള്ളി, തേങ്ങ ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുത്ത് ബ്രൗൺ നിറം ആകുമ്പോൾ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുക. കൂടെ നമ്മൾ ചേർക്കേണ്ട ഒരു സാധനമാണ് മല്ലിയില. ഇതിൽ കറിവേപ്പില ചേർക്കുന്നില്ല, മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഇത് ആറുമ്പോൾ അരച്ചെടുക്കാനാണ് കേട്ടോ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മുട്ടയും 3 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്തിലേക്ക് ഒരു വലിയ സവാള ഞാൻ കൊത്തിയരിഞ്ഞ് വെച്ചു. ആ ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞ് ചേർക്കുക. കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇത് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ 3-4 പ്രാവശ്യമായിട്ട് നൈസായിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. കാരണം ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നൈസായിട്ട് ഒഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അകം ഉണ്ടല്ലോ, മണ്ടവശം ഈ ചെറിയൊരു നനവോടുകൂടി തന്നെ, എന്നാൽ ഫുൾ അങ്ങ് ഉണങ്ങാൻ പാടില്ല, പിന്നെ നമുക്ക് റോൾ ചെയ്യാൻ പറ്റത്തില്ല. ചെറിയൊരു നനവോട് ഇത് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകം വേവാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വട്ടം ഈ റോള് തിരിച്ചിട്ട് നല്ലതായിട്ട് മൊരിച്ചെടുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനൊരു 3-4 പ്രാവശ്യമായിട്ട് ഈ ബാറ്റർ ഒഴിച്ചിട്ടാണ്, ഞാൻ 3 മുട്ടയാണ് എടുത്തത്, അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഈ ബാറ്റർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ എല്ലാ സാധനവും ഉണ്ട്, ഇങ്ങനെ എടുക്കാൻ ഒരാളുടെയും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഈ കറി കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഇത് റോളായിട്ട് എടുത്ത് നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പം 3 മുട്ട എടുത്തെങ്കിലും നമ്മൾ 3-4 പ്രാവശ്യമായിട്ടാണ് ഇത് ഒഴിച്ച്, കാരണം ഒരുപാട് കട്ടിയിൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ അരച്ചെടുത്ത പൊടിവകയെല്ലാം കുക്കറിലെ സാധനം എല്ലാം തട്ടുക, അതിനകത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം വേണം, ഒരുപാട് പറ്റിച്ച് കളയരുത്. എന്നിട്ട് നമ്മുടെ ഈ അരപ്പൂട അതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ മുട്ട കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഞാൻ കുറുകിയുള്ള പരുവത്തിനെടുത്ത്, എനിക്ക് ഒരുപാട് ഗ്രേവിയായിട്ട് ഇഷ്ടമല്ല. എന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പർ സാധനം. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എനിക്ക് പിന്നെ ഞാൻ ചെയ്തതിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാമെന്ന് തോന്നിയത് ഇച്ചിരി തേങ്ങ കൂടെ ആഡ് ചെയ്യണമായിരുന്നു. അതുപോലെ പട്ടയുടെ അളവ്, ആ പട്ട യഥാർത്ഥ പട്ടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കട്ടി കൂടുതലായിരുന്നു. അപ്പോൾ യഥാർത്ഥ പട്ട ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ അരുചിയൊന്നും കാണത്തില്ല, ഒരു ചെറിയ പീസേ ചേർക്കാവൂ. നല്ല ടേസ്റ്റുള്ള കറി, റൈസിനും ചോറിനും, അതായത് ബിരിയാണി റൈസിനും ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും സൂപ്പറായിട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു നോൺ വെജ് കറി. നമുക്ക് ചിക്കൻ ഇല്ലെങ്കിലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു കറിയാട്ടോ. തീർച്ചയായിട്ടും വെച്ച് നോക്കണേ. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഉച്ചയ്ക്കുണ്ടാക്കിയ റൈസായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കറിയൊക്കെ കൂട്ടി കഴിച്ച് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഞാൻ സോയാബീനൊക്കെ ഇട്ട് റൈസ് വെച്ച്, പക്ഷേ അതൊന്നും എടുക്കാനുള്ള സമയം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.